ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു തുണി കൊണ്ടൊരു കൊട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ തുച്ഛം ചിലവിൽ, വെറും 20 രൂപ ചിലവിലാണ് നമ്മൾ ഈ ഒരു കൊട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുണി എടുത്തിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ നീളം, 30 സെൻറ്റിമീറ്റർ ഉയരം, 30 സെൻറ്റിമീറ്റർ വീതി എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് സ്പോഞ്ച് ഷീറ്റാണ്. ഇതിനാണ് ഞാൻ 20 രൂപ ചിലവ് എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ബട്ടൺ ഹൗസ് നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതൊരു മീറ്ററോളം നീളമുണ്ട്. ഇതൊരു 20 രൂപ ചിലവിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് നമ്മൾക്ക് നിവർത്തി ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ വിരിച്ചിടാം. മൂന്നാമതായി നമുക്ക് വേണ്ടത് ഒരു ലൈനിങ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് അതേ നീളത്തിലും വലുപ്പത്തിലും നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം. 3 മെറ്റീരിയലും ഇതുപോലെ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഓരോരോ കോർണറിനും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനൊരു 30 സെൻറ്റിമീറ്റർ നീളവും വീതിയിലാണ് ഞാനിവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഞാൻ എൻ്റെ കബോർഡിൻ്റെ അളവെടുത്തിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ നീളം, 30 സെൻറ്റിമീറ്റർ വീതി, 30 സെൻറ്റിമീറ്റർ ഉയരം, അങ്ങനെ ഒരു കണക്കിനാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത്. നമ്മൾ മെറ്റീരിയലിലേക്ക് അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നീളത്തിൻ്റെയും വീതിയുടെയും ഉയരത്തിൻ്റെയും കൂടെ ഓരോരോ സെൻറ്റിമീറ്ററും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 93 നമുക്ക് കിട്ടും. നീളം, വീതി, ഉയരം നമ്മൾ കൂട്ടുമ്പോൾ അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 93 കിട്ടും. ആ 93 സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സെൻറ്റിമീറ്ററിലാണ്, ഇഞ്ചിലല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഓരോ കോർണറിൽ നിന്ന് ഞാൻ 30 സെൻറ്റിമീറ്റർ നീളം വീതിയിൽ ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് ഞാനത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഇത് 4 കോർണറിൽ നിന്നും ഇതുപോലെ നമ്മൾ വെട്ടി മാറ്റണം. അങ്ങനെ നമ്മൾ 4 കോർണറിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ നീളം വീതി ഉയരത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ സ്പോഞ്ച് ഷീറ്റും നമ്മൾ ലൈനിങ്ങും നമ്മൾ ആദ്യം ഉപയോഗിച്ച മെറ്റീരിയൽ എല്ലാം കൂടിയിട്ട് നമ്മൾ 4 കോർണറിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒരു പ്ലസ് പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും, തുണികളൊക്കെ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ മെറ്റീരിയൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചിട്ട് ഇനി ആ വരയുടെ മേലിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വരയുടെ മുകളിലൂടെ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം ഉള്ളിൽ ആ സ്പോഞ്ച് ഷീറ്റ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇങ്ങനെ തൊടുമ്പോഴും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ്. ഇതാണ് നമ്മുടെ പുറം വശം കേട്ടോ. ഈ ഭാഗത്താണ് നമ്മൾ കാണുന്ന ഭാഗം, മറ്റേത് ഉൾവശമാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഓരോ കോർണർ വശങ്ങളും, അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കൊട്ടയുടെ രൂപത്തിലേക്ക് അത് വരിക. അപ്പോൾ നമുക്കിനി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 4 സൈഡും സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴത്തേ നമ്മൾ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലൊരു ബോക്സ് രൂപത്തിൽ നമുക്ക് വന്നിട്ട് നല്ലൊരു കൊട്ട പോലെയല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരു കട്ട് പീസ് വെച്ചിട്ട് ഒന്ന് മറിച്ച് തയ്ക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ തയ്യൽ തുമ്പൊക്കെ കാണുന്നുണ്ടല്ലോ, അത് കാണാത്ത വിധത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ കൊട്ടയുടെ ഉൾവശമാണ്, എന്നാലും ശരി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ നിൽക്കും. നമ്മൾ അതിൻ്റെ നൂലൊക്കെ തന്നെ പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മൾ 4 വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലൊരു തുണി വെച്ചിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് മറിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 വശവും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മുകൾ വശത്ത് ഒരു തുണി ഉപയോഗിച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറം വശത്ത് കാണുന്ന ആ തുണി ഉണ്ടല്ലോ, അതിനോട് മാച്ചായിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു കട്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുറം വശത്ത് കാണുന്ന രീതിയിൽ ആ ഒരു ഗ്രീൻ കളർ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തലപ്പ് വശമൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്ച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ വശം ആ തയ്യൽ തുമ്പൊക്കെ കാണാതിരിക്കാനും ആ നൂല് പൊന്തി വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ കാണുന്ന ചിലർക്കെങ്കിലും തോന്നാം ഇതൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നല്ലേ, ഇതൊക്കെ എന്തിനാ ഇത്രയും മെനക്കെട്ടിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയതാ എന്ന് നമ്മൾ തിരിച്ചു പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. ചെറിയൊരു എന്താ പറയുക, നമ്മുടേതായ കൊച്ചു കൊച്ചു സന്തോഷം അഹങ്കാരമൊക്കെ ആണല്ലോ അത്. അപ്പോൾ നമ്മൾ ടൈമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക അങ്ങനെ. അപ്പോൾ അതേ നമ്മുടെ ചുറ്റും അത് അങ്ങനെ റിബൺ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോക്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സമയങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കാണ് ഞാൻ ചിലവഴിക്കാറുള്ളത്. അപ്പോൾ അതേ നമ്മുടെ കൊട്ട റെഡി ആയിട്ടുണ്ട്.
ഞാനിതുപോലെ 2-3 കൊട്ട കൂടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പം ഞാനിതിൽ എൻ്റെ കുറച്ച് തുണികളൊക്കെയാണ് കേട്ടോ, എൻ്റെയും ലച്ചുവിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് തുണികളൊക്കെയാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ തുണികളൊക്കെ ഇട്ട് വയ്ക്കാം. ബാക്കി 3 ബോക്സ് കൂടെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സ് ഇഷ്ടപ്പെട്ടോ? നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എടുത്ത് ബട്ടൺ ഹൗസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് സ്പോഞ്ച് ഷീറ്റൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഒരു രസമല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ.